കേരളത്തിൽ വികസനം വരണമെങ്കിൽ ബി.ജെ.പി. ഭരണം വേണ്ടിവരുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ദേശീയപാത പൂർത്തിയാക്കുമ്പോൾ ആരും ക്രെഡിറ്റ് അടിക്കാൻ വരരുത്. നിലമ്പൂർ ബൈപ്പാസ് 30 കൊല്ലമായി വാഗ്ദാനമായി തുടരുകയാണെന്നും ജോർജ് കുര്യൻ നിലമ്പൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തുടങ്ങുന്നതിന് വേണ്ടി നരേന്ദ്രമോദി വരേണ്ടി വന്നു. 3 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ. ഇത് കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. 3 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി ഹൈവേകളും മറ്റ് റോഡുകളും ബൈപ്പാസുകളും നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്, അടുത്ത വർഷം കേരളത്തിൻ്റെ ബഡ്ജറ്റ് 2 ലക്ഷം കോടിയുടേതായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വർഷത്തെ കേരളത്തിൻ്റെ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് മോഡി കൊടുക്കുന്നുവെന്നല്ലേ, മോഡി സർക്കാർ നിതിൻ ഗഡ്കരിയും കൂടെ കൊടുക്കുന്നുവെന്നല്ലേ. അത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് സംഭവിച്ചിട്ടില്ല. ഒരേ ദിവസം ഒരേ അവസരത്തിൽ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ആരാണ് കേരളത്തിൽ വികസനം നടത്തുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് ഇത് നടപ്പിലാക്കി കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. ഒരു പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷമാണ് ക്രെഡിറ്റിന് വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ പടപൊരുത്തേണ്ടത്.